ഖുലാസത്തുൽ ഹിസാബ് ക്ലാസ് 23. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസിന ബില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദൈനാ മിൻ ദക്കന ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽ ഫസ്ൽ 23 ക്ലാസ് അൽ ഫസ്ലുൽ ഖാമിസു ഫി ഇസ്തിഖ്റാജി ജദരിൽ ഖുസൂർ. കസ്റുകളുടെ ജദറിനെ പുറപ്പെടുവിക്കുന്നതിൽ പറയുന്നതാണ്. കസ്റുകളുടെ ജദർ ഇൻകാന മാൽ കസിരി, ആ ഭിന്നസംഖ്യയുടെ റൂട്ട് കാണുക. സഹീന്റെ നമ്മൾ പറഞ്ഞു ഭിന്നസംഖ്യ. ഇൻകാന മാൽ കസിരി, കസ്റോട് കൂടെ ഉണ്ടായാൽ സഹിയും ഭിന്നസംഖ്യയുടെ കൂടെ പൂർണ്ണസംഖ്യയും കൂടെ ഉണ്ടെങ്കിൽ ജുന്നിസ, അതിന് തജ്നീസ് ആക്കപ്പെടും. അതിനാൽ അർജിയൽ കുല്ലു, മുഴുവനും മടങ്ങാൻ വേണ്ടി, കുസൂറൻ കസ്റുകളായി മടങ്ങാൻ വേണ്ടി, കസ്റുകളായി മടങ്ങാൻ വേണ്ടി. പിന്നെ സുമ്മ ഇൻകാന അൽ കസ്ബിന് കസ്റാണെങ്കിൽ മഖ്റജും കസ്റും മഖ്റജും രണ്ടും മുന്തിക്കൈൻ, രണ്ടും എന്താണെങ്കിൽ മുന്തിക്കൈൻ, രണ്ടും മുന്തിക്കാണെങ്കിൽ, എല്ലാവരും സഹിയായ കസറുണ്ട് എങ്കിൽ ജദറുണ്ട്, സഹിയായ ജദറുണ്ട്, അതാണ് മുന്തിക്കാണെങ്കിൽ സഹിയായ ജദറുള്ളത്. കുസിമത്ത് ജദറൽ കസരി അലാ ജദീൽ മഖ്റജ്, അല്ലെങ്കിൽ കസംത നീ ഹരിച്ചോ ജദറൽ കസരി, കസറിന്റെ ജദറിനെ, കസറിന്റെ ഭിന്നസംഖ്യയുടെ ജദറിനെ ഹരിക്കുക അല ജദലിൽ മഖ്റജി, മഖ്റജിന്റെ ജദറിന്റെ മേലെ അവൻ അസബ്തഹു ഹരിക്കാൻ പറ്റുകയാണെങ്കിൽ, പറ്റില്ലെങ്കിൽ അവൻ അസബ്തഹു മിൻഹു, അല്ലെ എന്നിൽ നീ എന്താക്കുക നിസ്ബ ചെയ്തോ അക്കല്ലാണെങ്കിൽ. ഇപ്പൊ ജദുർ സിത്തത്തിൻ വറുബൈൻ, സിത്തത്തിൻ വറുബ് 6 സുലുസിന്റെ 6 റുബ് 6 റുബ് 6 റുബ് അല്ലേ, റുബ് 6 4. അതിന്റെ ജദർ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ എന്താ ചെയ്യേണ്ടത്, അവിടെ തജ്നീസ് ആക്കണം. 6 4 24 24 1 25 25. പിന്നെ മഖ്റജ് തന്നെ, മഖ്റജ് 4 അല്ലേ, രണ്ടും മുന്തിക്കാണല്ലോ. ഇതിന്റെ 25ന്റെ ജദർ എത്ര, 25 ജദർ 5 5, 4 ജദർ 2, കാരണം 2 2 4 അല്ലേ, 5 5 25 അല്ലേ, അതാണ് അത്. പിന്നെ അപ്പം ഇനി എന്ത് ചെയ്യണമെന്നറിയാം, ഈ മഖ്റജിന്റെ ജദറിന്റെ മേലിൽ ഈ കസറിന്റെ ജദറിനെ ഹരിക്കണം. അപ്പോൾ ഈ കസറിന്റെ ജദർ ഇതാണ് 5, 5നെ ഈ മഖ്റജിന്റെ ജദറാണ് 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടാ, 2 പ്രാവശ്യം പോകും, 2 2 4, ബാക്കി 1. ഉത്തരം എത്ര, 2 1/2, 2.5. അതാണ് ഉത്തരം. അപ്പൊ നമ്മൾ പറയാം, ഉദാഹരണം പറഞ്ഞാല് പിന്നെ ഇപ്പൊ ജദർ സിത്തത്തിൻ വറുബൈൻ 6 ജദർ ഇസ്നാനി വലിസ്ബ് 2 1/2 2.5. അപ്പൊ ജദറു 4 അത്സായി, 4 അത്സായി എന്ന് പറഞ്ഞാൽ എത്ര, 9ൽ 4. അപ്പൊ 4ന്റെ ജദർ 2, 9ന്റെ ജദർ 3. അപ്പൊ എന്ത് ചെയ്യണം, നിസ്ബ ചെയ്താൽ മതി. നിസ്ബ ചെയ്താൽ മതി. ഇത്ര 3ൽ 2 സുലുസാനി, ഉത്തരാണ് അതാണ് 3ൽ 2 സുലുസാനി. അപ്പൊ അതാണ് എന്താണ്, അപ്പൊ ജദറു 4 അത്സായിൻ സുലുസാനി 4/9. അതിന്റെ ജദർ ഏതാണെന്ന് വെച്ചാൽ സുലുസാനിയാണ്, 2/3. പിന്നെ വൈലം യക്കൂന മുന്തിക്കൈ, 2 മുന്തിക്കല്ലെങ്കിൽ, മുന്തിക്കല്ല പൂർണ്ണമായി ചെയ്യാൻ ജദർ എനിക്ക് കിട്ടുകയില്ല. എന്നാൽ ദറബ്തൽ കസ്റ, കസ്റിനെ നീ ഗുണിച്ചോ, ഫിൽ മഖ്റജ്, കസ്റിനെ മഖ്റജിൽ ഗുണിക്കുക, കസ്റിനെ മഖ്റജിൽ ഗുണിക്കുക. എന്നിട്ട് പിന്നെ അഖൽത ജദറൽ ഹാസിരി, ഹാസിലിന്റെ ജദറിനെ നീ എടുത്തോ, ഹാസിൽ കിട്ടിയിട്ട് ഹസന്റെ ജദർ എടുക്കുക. തക്രീബ് ഏകദേശം, തക്രീബ് നമ്മൾ പറഞ്ഞല്ലോ, അക്രബിൻ വജൂഹാത്തിനെ സാക്കിത്താക്കി മുസ്കത്തിന്റെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഇരട്ടിപ്പിച്ച് അതിലേക്ക് ഒന്ന് ചേർത്ത് നിസ്ബ ചെയ്യുക എന്നുണ്ട് ബാക്കിയാൽ. അപ്പോൾ കസംതഹു അതിനെ നീ എന്നിട്ട് എന്താക്കി ഹരിച്ചോ, അല്ലെങ്കിൽ മഖ്റജിന്റെ മേലെ ഹരിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഫഫി തജ്ദീരി സലാത്തിൻ വ നിസ്ബിൻ, നമുക്ക് കിട്ടേണ്ട എന്താ, സലാത്ത് നിസ്ബ്, സലാത്ത് നിസ്ബ് 3 1/2. അതിന്റെ എതിർക്കൽ എങ്ങനെ, 3 1/2.
3 1/2 ഇതിനെ ചെയ്തെടുക്കൽ അങ്ങനെ. അതിനെന്ത് ചെയ്യണം? പിന്നെ നമ്മൾ തെജിനീസ് ആക്കണം. 3 2 6 6 1 7 തെജിനീസ് 7 ആണ്. പിന്നെ മഹ്റജ് ആണെങ്കിലോ 2 അല്ലേ? 2 പിന്നെ മഹ്റജ് ഗുണിക്കണം. അതിന് ഗുണിക്കണ്ടേ? ഗുണിച്ചാൽ 7 2 14 കിട്ടും. അങ്ങനെ പറഞ്ഞ് പിന്നെ മുന്തിക്കല്ലെങ്കിൽ ദറബ്തൽ കസ്റ ഫിൽ മഖ്റജ്. അപ്പോൾ കസ്റിന് മഖ്റജ് ഗുണിക്കാം. അപ്പം കസ്റാണ് 3.5 മഖ്റജ് ആവുന്ന 2 ഗുണിച്ചാൽ 3 2 ഗുണിച്ചാൽ എത്ര കിട്ടുക? മുജാനസിന് സഹീൽ ഗുണിക്കല്ലേ? അപ്പോൾ 7 അപ്പോൾ 14 2 14. പിന്നെ അതിൻ്റെ ജദർ പിന്നെ എന്താ എടുക്കേണ്ടത്? 16. അപ്പോൾ അതിന് ജദർ എത്രയാണെന്ന് വെച്ചാൽ 14 എടുത്താൽ അക്രബുൽ മജൂറാത്ത് തക്രീബൻ ജദർ എടുക്കൽ എങ്ങനെയാണ്? 14 സാക്കിത്താക്കൽ 9 അല്ലേ? 9 ജദർ 3. അപ്പം 3 2 സാക്കിത്താക്കിട്ട് പിന്നെ മുസ്കത്തിൻ്റെ ജദർ 3 ഇരട്ടിപ്പിക്കാം. 3 3 3 3 6 പിന്നെ 1 ചേർക്കുക. അപ്പോൾ 7. അപ്പോൾ എന്നിട്ട് ആ ബാക്കിയുള്ളതിന് 14 9 കഴിച്ച് ബാക്കിയുള്ള അത്ര 5 അല്ലേ? ആ ബാക്കിയെ മുസ്കത്തിൻ്റെ ജദറിനെ ഇരട്ടിപ്പിച്ച് അത് 1 ചേർത്തതിലേക്ക് ചെയ്യുക. അപ്പോൾ 5/7 3 5/7 ഇതാണ് ഏകദേശം അതിൻ്റെ ജദർ. എന്നിട്ട് അതിനെന്തുകൊണ്ടായിരിക്കണം? അങ്ങനെ അതെടുത്തിട്ട് തെക്കീവ് എടുത്തിട്ട് മഖ്റജിന് വല്ല ഹരിക്കണം. അത് 3 5/7 ഹരിക്കണം. മഖ്റജ് ഇവിടെ 2 അല്ലേ? 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടുക? 2 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യേണ്ടത്? തജ്നീസ് ആക്കണം. 3 എത്ര? 21. 21 5 26. 26നെ പിന്നെ എന്തുകൊണ്ട് 14 കൊണ്ട് ഹരിക്കണം. അങ്ങനെ മഖ്റജ് പിന്നെ എടുത്തിട്ട് വകസംതുവൽ മഖ്റജ് അപ്പം പിന്നെ ഹരിക്കും എത്ര കിട്ടുക? 3 പിന്നെ 21 5 26 ഇതാണ് മഖ്റജ്. അതുകൊണ്ട് ഹാസിലത്തേക്ക് എന്നിട്ട് അതാ സലാത്തും ഹംസത്ത് അസ്ബാർ 3 5/7. അപ്പോൾ തക്സിം അല ഇസ്നൈൻ അത് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിനെ 26നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 26 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 13. ഹാസിനത്തേക്ക് തക്സംതുൽ മഖ്റജിന് ഹരിക്കുക. മഖ്റജിന് മേൽ ഹരിച്ചു. മഖ്റജിൻ്റെ മേൽ പണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? പിന്നെ ഈ മുജന്നസിന് 2നെയും എന്താക്കണം? മഖ്റജിൽ ഗുണിക്കണ്ടേ? 1 മഖ്റജ് ഗുണിച്ചു. പിന്നെ 2നെയും എന്താ മഖ്റജ് ഗുണിക്കണം. 2 എത്ര? 14. 2 14 ഗുണിച്ചാൽ 14. എന്നിട്ട് എന്താക്കണം? അസിൽ കൊണ്ട് അസിൽ സാറിനെ ഹരിക്കണ്ടേ? അപ്പോൾ 14 കൊണ്ട് 26നെ ഹരിക്കണം. എത്ര പ്രാവശ്യം ഉണ്ടാവും? 1 14 2 14 ഇല്ലല്ലോ. 1 14 14. സിസ്റ്റം എത്രയാണ്? 12. 12ന് 14ലേക്ക് മിസ് ചെയ്യുക. അപ്പോൾ ഉത്തരം എത്ര വെച്ചാൽ 1 12/14. അതിനോട് ചുരുക്കിയാൽ എത്ര കിട്ടും? 1 6 1 7. ഇത് 6 ആക്കാം. ഇത് 7 2 പ്രാവശ്യം വരും. 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടില്ല. അപ്പോൾ എത്ര കിട്ടും? 1 സിത്തത്തു അസ്ബാർ. ഇതാണ് ഉത്തരം. ഉത്തരം 1 6/7 ഇതാണ് ഉത്തരം. അപ്പോൾ യഖ്റുജു വാഹിദുൻ തജീബ് സബഅത്തുൻ ബിസ്നൈൻ 2 പിന്നെ 2 ഗുണിക്കുക. അപ്പോൾ തഖ്റു ജദറൽ ഹാസിലെ ജദർ എടുക്കവിത്തേക്ക് ഏകദേശം അപ്പോൾ അത് സലാത്തു ഹംസത്ത് അസ്ബാർ 3 5/7 ആണ്. 3 5/7 കിട്ടി. അപ്പോൾ തക്സിമു അലസ്സനി അതിന് 2 കൊണ്ട് ഹരിക്കുക. 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടിയത് എന്താണ്? കിട്ടിയതാണ്. അപ്പോൾ യഖ്റുജു വാഹിദുൻ സിത്തത്തു അസ്ബാർ
1/6/7 കിട്ടും. ഇതാണ് അതിന്റെ ഉത്തരം. അൽ ഫസ്ലു സാലിസു, ആറാം ഫസ്ല്, ഫി തഹബീൽ കസ്രി മിൻ മഖ്റജിൻ ഇലാ മഖ്റജിൻ, ഒരു മഖ്റജിനെ മറ്റൊരു മഖ്റജിലേക്ക് തെറ്റിക്കുക, അതിനാണ് ആറാം ഫസ്ല്. അപ്പോ ഇതിൽ അദദൽ കസ്രി, കസ്റിന്റെ അദദിനെ ഗുണിക്കുക, ഫിൽ മഖ്റജി അൽ മുഹവ്വലിലൈഹി, മുഹവ്വലിലൈഹിന്റെ മഖ്റജിൽ കസ്റിന്റെ നമ്മൾ തഹബീൽ ഉദ്ദേശിച്ച ആ കസ്റിന്റെ അദദിനെ ഗുണിക്കുക. എന്നിട്ട് വക്സിമിൽ ഹാസില, ഹാസിലിനെ ഹരിക്കുക, അല മഖ്റജിഹി, ഇതിന്റെ മഖ്റജിന്റെ മേൽ ഹരിക്കുക. ഫൽ ഖാരിജു, അങ്ങനെ ഹരണഫലമാണ് വൽ കസ്റുൽ മത്ലൂബ്, ഈ തേടപ്പെട്ട കസ്ർ, മിനൽ മഖ്റജിൽ മുഹവ്വലിലൈഹി, മുഹവ്വലിലൈഹിന്റെ മഖ്റജിൽ തേടപ്പെട്ട കസ്ർ അതാണ്. ഒരു ഹംസത്തു അസ്ബായി, പിന്നെ 5 സുബുകൾ, 5 ഏലുന്നുകൾ, അതായത് 5/7, 7 5 എന്ന് പറയുന്നത് കം സുമനൻ, എത്ര എട്ടിലൊന്നുകളാണ്. അപ്പോൾ ഈ 5 ഏലുന്നുകൾ എന്താക്കണം, നമുക്ക് 8 ഒന്നുകളാക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞ മാതിരി ചെയ്യണേ. കസംത 40 അല സബത്തിൻ, 40നെ 7 ഹരിക്കുക, എന്നാൽ ഖറജ ഹംസത്ത് അസ്മാനി. അപ്പൊ എന്താ കിട്ടോ? ഭരണഫലം 5 സുമനുകളും ഹംസത്ത് അസ്ബാബ്, പിന്നെ എത്ര 5 7 കിട്ടും. 5 7 ഇതാ സുമനിന്റെ 7 5 എന്ന് കിട്ടും. അപ്പൊ എന്താ വെച്ചോ പറഞ്ഞു നോക്കുക, എങ്ങനെ എന്താണ് കണക്ക് കിട്ടുന്ന എത്ര? ഹംസത്ത് അസ്ബാബ് 5/7, ഇത് നമുക്ക് ഉണ്ടാക്കണം. ഈ 7 5നെ 8 8 അതിനെന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക. കസറിന്റെ അത് 5 അല്ലേ, 5 കസറിന്റെ അതിനെ മുഹവ്വലിലൈഹിന്റെ മഖ്റജ്, മഖ്റജിലല്ലേ 8. അപ്പൊ 5 8 40, 40. എന്നിട്ട് ഈ മുഹവ്വൽ മിന്നുണ്ടല്ലോ, ഇതിന്റെ മഖ്റജ് കൊണ്ടായിരിക്കുക, എ കൊണ്ടായിരിക്കുക. അപ്പൊ 40 ഹരിക്കണം 7, എത്ര? 5 35 അല്ലേ, 5 7 35, സിസ്റ്റം 5. അപ്പൊ ഉത്തരം എത്ര? 5/7. ഇതിന് മഖ്റജാക്കിയിട്ട് സൂറത്താക്കിയിട്ട് ഉണ്ടാക്കല്ലേ, ഇതാ ഉത്തരം. ഇതാ പറഞ്ഞ് എത്രയാണ്? ഹംസത്തും ഖറജ പുറപ്പെടും, ഹംസത്തു അസ്മാനി, ഏത് 5 സുമനുകൾ. ഇപ്പൊ 5 സുമനാണ്, 5 8 പിന്നെ ഇപ്പൊ ഹംസത്തു അസ്ബായി, അസ്ബായി സുമനി ബായ്, എത്രയാണ്? 5 സുബുകൾ, 5 7 എന്ത്? അത് 7 സുമനി, ഒരു 8 1 ഒരു 8 1 ഒരു 8 1 ഇതിപ്പോ 5 8 1 പിന്നെ 5 8 1 ഇല്ല, അതിന്റെ 8 1 7 5, അതാണ് ഹംസത്ത് അസ്ബായി സുമനി. അപ്പൊ ഇത് കിട്ടി, ഇത്ര കിട്ടിയല്ലോ, 5 5/7. പിന്നെ മറ്റൊരു ചോദ്യം, കം സുദുസൻ, ഇതന്നെ എത്ര 6 എത്ര 8 ചോദിച്ചേ, ഇനി എത്ര 6 ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടത്? 6 എന്ന് ചോദിക്കുമ്പോ എന്ത് ചെയ്താൽ മതി? ഈ 7 കൊണ്ട് 6 5 കൊണ്ട് 5 കൊണ്ട് 6, പിന്നെ കസ്ർ കൊണ്ട് ഇതിനെ മുഹവ്വലിലൈഹിന്റെ മഖ്റജിൽ ഗുണിക്കുക. അപ്പൊ 5 6 30. എന്നിട്ട് അതിന് എന്തുകൊണ്ടായിരിക്കുക? മുഹവ്വൽ മിന്നുവിന്റെ മഖ്റജ് കൊണ്ടായിരിക്കുക. എത്ര എണ്ണം പോവും? 4 28. 4 28. 28 കുറച്ചാല് 18 എത്ര? 2. അപ്പൊ ഉത്തരം എത്രയാണ്? 4 2/7. അതായത് 4 6 1 ഒരു 6 1 7 2. അതാ ഉത്തരം. അങ്ങനെ കിട്ടാം. പറഞ്ഞല്ലേ എത്രയാണ്? ഒരു കിലോ സുദുസൻ എത്രയാണ്? അത്ര 6 1 ചോദിച്ചാൽ ഫൽ ജവാബ് മറുപടി 4 അസ്ദാസിൻ, എത്ര? 4 സുദുസുകളും. പിന്നെ ഇപ്പൊ സുബാ സുദുസിൻ എത്ര? ഒരു 6 1 7 2. ഈ 6 1 7 2 ആണ്. അതാണ് ഉത്തരം.